അതിരാവിലെ ഒരു ട്രെയിൻ യാത്ര. എങ്ങോട്ടാണ് പോയി വരുന്നതെന്ന് അറിയണ്ടേ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എൻ്റെ നെറ്റിയിൽ ചന്ദനം കിടക്കുന്നത് കാണാം. അപ്പോഴേ മനസ്സിലായില്ലേ അമ്പലത്തിലേക്കുള്ള പോക്കാണെന്ന്. ഞാനും എൻ്റെ കൂട്ടുകാരി വിജയും കൂടിയാണ് പോയത്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ട് വൈകുന്നേരത്തുള്ള ട്രെയിനിൽ തിരിച്ചു വരുന്നതിന് മുമ്പ് തിരുവനന്തപുരം സിറ്റിയിൽ ആ ഭാഗത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന്. ഇത്രയും വർഷമായിട്ട് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ജീവിച്ചിട്ട് തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഭാഗം പോലും നന്നായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അതുകൊണ്ട് നമ്മളെടുത്ത തീരുമാനമാണ്. അപ്പോൾ തൊഴുതിറങ്ങിയിട്ട് ഫസ്റ്റ് നമ്മളിതാ ഈ കടയിലോട്ട് കയറി കാപ്പി കുടിക്കണമായിരുന്നു. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും കിട്ടി. ഈ അപ്പൂപ്പനാണ് കട നടത്തുന്നത്. ഒരു അമ്മൂമ്മയും കൂടി ഉണ്ടേ. അപ്പോൾ വീഡിയോ എടുക്കട്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ ചോദിച്ച് അമ്മൂമ്മേനെയും കൂടി വിളിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അമ്മൂമ്മയുടെ പണി നടക്കട്ടെ, ബുദ്ധിമുട്ടിക്കണ്ടാന്ന്. അപ്പോൾ വീഡിയോയ്ക്ക് നല്ല പോസ് ചെയ്ത് ചിരിച്ചുകൊണ്ടിരുന്ന ആ അപ്പൂപ്പനും അമ്മൂമ്മയും തന്ന ഇഡ്ഡലി സാമ്പാറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. മുമ്പൊരു വീഡിയോയിൽ ഈ കടയെക്കുറിച്ച് കണ്ടിട്ടാണ് വിജി ഈ നമ്പറിലോട്ട് വിളിക്കാൻ പറഞ്ഞത്. അങ്ങനെ വിളിച്ചിട്ട് കാപ്പിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ട്, തീർന്നിട്ടില്ല, വന്നോളാൻ. നിങ്ങൾ കാണുന്ന കുറച്ച് സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളെങ്കിലും നല്ല വൃത്തിയോടെയും വെടുപ്പോടെയും നല്ല രുചിയോടെയാണ് ഭക്ഷണം തരുന്നത്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചമ്മന്തിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഭക്ഷണവും കഴിച്ച് അപ്പൂപ്പനോട് കുശലമൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ഓട്ടോയും പിടിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് അടുത്തായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഈ ഷോപ്പിലോട്ട് കയറിയത്. ഇത് തിരുവനന്തപുരത്തെ രാമചന്ദ്രയാണ്. വെറുതെ ഒന്ന് കയറിയതാണ്. വിജി പറഞ്ഞു നമുക്ക് ഇവിടേക്ക് ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു കടയിൽ കയറി ഒന്നും മേടിക്കാതെ തിരിച്ചിറങ്ങുന്ന മാനക്കേടല്ലേടി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുമല്ലേ, ഒരു കടയിൽ കയറിയിട്ട് ഒന്നും മേടിക്കാതെ മാനക്കേടില്ലാതെ തിരിച്ചിറങ്ങുന്നത് എങ്ങനെയാണെന്ന് ഇതോടുകൂടി ഞാൻ പഠിക്കുമെന്ന്. അപ്പോൾ എന്തായാലും അത് ശരിയായിരുന്നേ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സിൻ്റെയൊക്കെ. നമ്മളിതെല്ലാം നോക്കിയതേ ഉള്ളൂ, ഒന്നും വാങ്ങിയില്ല കേട്ടോ. പക്ഷേ ഈ 2 ജ്യൂസ് നമ്മൾ കുടിച്ച് നല്ല ദാഹം ഉണ്ടായിരുന്നു. നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച്, ഞാനൊരു ലെമൺ ജ്യൂസ് കുടിച്ച്. ഈ ഒരു മാളിൽ തന്നെ ഒരുപാട് നിലകളുണ്ട്. അവിടെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ ബേക്കറി ഉണ്ട്, ഡ്രസ്സുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ആവശ്യാനുസരണം മേടിച്ചിട്ട് ഇറങ്ങാം. നല്ല അടിപൊളി കളക്ഷൻസ് ആണേ. ഈ കാണുന്ന ഫുള്ള് നട്ട്സ് ഐറ്റംസ് ആണേ. ഈ പാത്രങ്ങളുടെ ഭംഗി കണ്ടിട്ടാണ് ഞാനിതൊന്ന് വീഡിയോ എടുത്തത്. ബക്കറ്റ് പോലെ നല്ല തടിയിൽ. പിന്നെ ഈ പെങ്കൊച്ചിട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ വില കണ്ടോ? 29,000 രൂപ. അടുത്തവളിട്ടേക്കുന്ന കണ്ടോ? 26,000. അവക്കൊരു കൈയെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി അവക്കൊരു കൈയും കൊടുത്തു. പിന്നെ സാരി എടുത്തേക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ വിജി അവൾക്ക് നന്നായിട്ട് സാരിയൊക്കെ ഒന്ന് ഞൊറു എടുത്ത് കൊടുത്തതാ. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഒരു 2-2:30 മണിയായി. അപ്പോഴത്തേക്ക് ചോറിനുള്ള വിശപ്പായി. നമ്മൾ കാപ്പി കുറച്ച് താമസിച്ചല്ലേ കുടിച്ചത്. അത് കഴിഞ്ഞ് വന്ന് ചോറ് കഴിച്ചപ്പോൾ അവിടെ മീൻകറി എല്ലാം തീർന്നു പോയി. അങ്ങനെ ഒരല്പം മീൻകറിയുടെ ചാറ് തന്ന് പിന്നെ ഫ്രൈ ഉണ്ടായിരുന്നു, അതും നമ്മൾ മേടിച്ച്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ചോറും കറിയായിരുന്നു. അത്രയും ചോറ് തിന്നാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച ഞാൻ അത് ഫുള്ളും കഴിച്ച്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെയൊക്കെ നടന്ന് കണ്ട് നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴേക്ക് നമ്മുടെ 3 മണിക്കുള്ള ട്രെയിൻ അങ്ങ് പോയി. പിന്നെ 3:15 കേട്ടോ നമ്മളവിടെ എത്തിയപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ 5:15 ട്രെയിനിന് കയറി. 3:15 ആ ട്രെയിനിൽ കയറിയിരുന്നേ, 5:15 അത് പുറപ്പെടും. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ട്രെയിനിൽ പോയിട്ട് വന്ന നമുക്ക് 2 പേർക്കും ഏത് പ്ലാറ്റ്ഫോമിൽ കയറണമെന്നോ ഏത് ട്രെയിനിൽ കയറണമെന്നോ ഒന്നും അറിയത്തില്ല കേട്ടാ. പണ്ട് അമ്മൂമ്മമാർ പറയുന്ന കഥയില്ലേ, കരിയിലെയും മണ്ണാങ്കട്ടയും കൂടി പോയ കഥ, അതുപോലെയാണ് ഞാനും വിജിയും. എനിക്ക് കൂട്ടവളും അവൾക്ക് കൂട്ട ഞാനും. നമ്മൾ 2 പേരും വീട്ടിൽ വെച്ചേ മക്കളടുത്ത് കുറേ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇറങ്ങി തിരിച്ചതേ. കാരണം നമ്മളെ മക്കളൊക്കെ തിരുവനന്തപുരത്ത് പോയി പഠിച്ചതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനും ഏത് ട്രെയിനിൽ കയറണമെന്നൊക്കെ അവർക്കറിയാം. തിരിച്ചു വന്നപ്പോൾ വിജിയുടെ മോളെ വിളിച്ച് തിരക്കിക്കൊണ്ടേയിരുന്നു. എന്തായാലും ഞാനും വിജയ് എന്ന വീട്ടമ്മമാർ ആദ്യമായിട്ട് എങ്ങും അറിയാത്തൊരു സ്ഥലത്ത് എങ്ങനെ പോയി വരണമെന്നുള്ളത് പഠിച്ച്. ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വീട്ടിൽ തന്നെ ഇരിക്കാതെ വിനോദയാത്രയൊക്കെ പൊയ്ക്കൂടെ. ഇതൊരു വിനോദയാത്രയല്ല, അമ്പലയാത്ര ആയിരുന്നെങ്കിലും ഞങ്ങളത് ആസ്വദിച്ച്. അപ്പോൾ യാത്ര ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ എൻ്റെ മനസ്സിലുണ്ടാക്കി തന്ന് യാത്ര ചെയ്യുമ്പോൾ ഉള്ള സുഖങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞ് എങ്കിൽ പിന്നെ സ്വന്തം ജില്ലയിലെ സ്ഥലങ്ങളെങ്കിലും ഒന്ന് കണ്ടു തുടങ്ങണമെന്ന് എനിക്ക് തോന്നാൻ കാരണം എൻ്റെ ആ പ്രിയ സുഹൃത്താണേ. അപ്പോൾ ദുബായിലുള്ള ആ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും മാത്രം.